ഹായ് ഓൾ, മൈ ഫാമിലി ബീറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു മാംഗോ ചില്ലി ചിക്കനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും വിനെഗറും ചേർത്ത വെള്ളത്തിൽ മുക്കി വെച്ച് വൃത്തിയായി കഴുകിയെടുത്ത ചിക്കനാണിത്. ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ആട്ടപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ലെമൺ കൂടി നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതുപോലെ നിറയെ ആവിവെള്ളം വന്നു കഴിയുമ്പോൾ നമുക്ക് അടപ്പ് മാറ്റാം. നമ്മളിങ്ങനെ മൂടി വെച്ച് ആദ്യം തന്നെ വേവിക്കുമ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവുകയും നന്നായി വേവുകയും ചെയ്യും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. നമ്മുടെ മാംഗോ ചില്ലി ചിക്കന് വേണ്ടി ഞാനിവിടെ 2 മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പീൽ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. നമുക്കൊരു കടായി വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. പാത്രം ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ പാർട്ട് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സെലറി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളക് ചേർക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. സവാളയെല്ലാം നന്നായി വഴഞ്ഞിട്ടുണ്ട്. ഇനി സോസുകൾ ഓരോന്നായി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സോസും മാംഗോ പ്യൂരിയും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം നന്നായി ഒന്ന് കുക്കാവട്ടെ. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ മാമ്പഴം എല്ലാം നന്നായി കുക്കായിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മുടെ സോസിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവോളയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് കുക്കാവട്ടെ. അത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇത്തിരി എരിവ് കുറവുണ്ട്. സോ ഞാനിതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർക്കുവാണ്. ഇപ്പോൾ എരിവ് പെർഫെക്റ്റ് ആയിരിക്കും. ഇതൊരു സ്പൈസി ഡിഷാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ പച്ചമുളകിൻ്റെ എരിവും കൂടി ആയപ്പോൾ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്